അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നതാ ആ വീട് നേരത്തെ ഉണർന്നു. അത് ആദ്യമായിട്ടായിരുന്നു ആ വീട്ടിൽ അവർ താമസിക്കുന്നത്. ഫസീലയും ഉമ്മയും നവാസും എല്ലാവരും സന്തോഷത്തിലാണ്. അന്ന് ഫസീല നേരത്തെ തന്നെ ഉണർന്ന് നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലെത്തി. ഒരിക്കലും ഫസീല ഇപ്പോൾ പഴയ ഫസീലയെ അല്ല, തികച്ചും മാറ്റം വന്നിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ. മറ്റേതവൾ ഇറങ്ങി വരില്ലായിരുന്നു. ഇറങ്ങി വരാതെ മക്കൾക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കാതെ അവിടെ കിടന്നിരുന്ന ഫസീല ഇന്ന് നേരത്തെ കാലത്തെ എഴുന്നേറ്റ് അടുക്കളയിലെത്തി. അതെ, എല്ലാവർക്കും ചായ ഉണ്ടാക്കി. നേരെ ചായയുമായി ഉമ്മയുടെ റൂമിലേക്ക്. ഉമ്മ. ആ മോളെ ഫസിയെ, എടി ഉമ്മാക്കും ഉപ്പാക്കും ചായ കൊടുക്ക്, ഓൾക്ക് കൊടുക്ക്, എന്നിട്ട് എനിക്ക് മതി, ഐഷുമ്മ പറഞ്ഞു. ഉമ്മ, ഞാൻ എല്ലാവർക്കും പകർന്നു വെച്ചിട്ടുണ്ട്, ഉമ്മ ഇത് കുടിച്ചോളി, അവർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് നന്നാക്കണേ അല്ലോ, റബ്ബേ അല്ലോ. എടി എനിക്ക് മാണ്ടില്ലേ, എൻ്റെ ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കേ, പാവങ്ങളല്ലേ, വേഗം കൊണ്ടുപോയി കൊടുത്താളേ. അങ്ങനെ ഏതാ ഫസീല അവളുടെ ഉമ്മയ്ക്കും ഉപ്പക്കുമുള്ള ചായയും കൊണ്ടുപോയി കൊടുത്തു. എല്ലാവർക്കുമുള്ള ചായ ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് വെച്ചു. ശരിക്കും അവളുടെ ആ പ്രവൃത്തി കണ്ട് ആയുഷമ്മയുടെ മനസ്സ് സന്തോഷിച്ചു. റബ്ബേ, ഞാൻ എന്നല്ലെങ്കിലും നാളെ ഇവിടുന്നാണ്ട് പോകും. എന്നാലും എൻ്റെ ഫസീലാൻ്റെ സ്വഭാവം എന്നും ഈ ഒരു മട്ടത്തിലാണെങ്കിൽ എൻ്റെ കുട്ടീനോട് അല്പം ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. എന്നാൽ നവാസ് സുബഹി നിസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അവൾ അല്പം നാണത്തോടെയാണ് ഇക്കാക്കുള്ള ചായയുമായി പോയത്. ഇക്ക നവാസ് അറിയാതെ വീണ്ടും ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, എങ്ങനെ വിളിച്ചുണർത്തും, എനിക്ക് കഴിയണില്ല. ഇക്ക ഇക്ക ആ എന്താ, എന്നെ വിളിച്ചോ? ഇക്ക, ഇത് ചായ. ഓ, ചായയോ? ഓഹ്, എനിക്കിപ്പോൾ ചായ തന്നേക്ക്. അല്ല, നീ കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചോളാം, ഞാനും നൊസിയും ഒക്കെ അവിടുന്ന് കുടിച്ചോളാം. അതെന്താ, ഇവിടുന്ന് കുടിച്ചോ. എന്നാ പകുതി നീ കുടിക്കേ, പാതി ഞാനും കുടിക്കാം. ഇക്ക കുടിച്ചോളി. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഫസീല അങ്ങനെ ഒരു ചായ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം വിവാഹം കഴിഞ്ഞ് തിരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അവൾ ആകെ തികച്ചും മാറിപ്പോയി. നവാസിൻ്റെ മനസ്സിനുള്ളിൽ തന്നെ എന്തൊക്കെയൊന്ന് തോന്നിപ്പോയി. റബ്ബേ, എത്ര ദിവസം ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അൽഹംദുലില്ലാ, ആദ്യ ദിവസം തന്നെ നല്ല രീതിയിൽ റാഹത്തായല്ലോ. അള്ളാഹുവേ, നിലനിർത്തണേ അല്ലാ, നവാസ് ഒരു നിമിഷം വിചാരിച്ചു. സ്നേഹത്തോടെ ഇക്കയുടെ ചായ ഗ്ലാസുമായി അവൾ ഇറങ്ങുമ്പോൾ നവാസ് അറിയാതെ അവളുടെ കൈകൾ പിടിച്ചു. ഫസില. ഇക്ക, എന്താ? നിന്നെ ഞാൻ ഒന്ന് കാണട്ടെടി, ഇന്നലെ ശരിക്കും കണ്ടില്ലല്ലോ. ഇക്ക, അതെ, ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അല്ല, ഉമ്മയ്ക്ക് നേരത്തെ ചായ എടുക്കുന്നല്ലേ? അങ്ങനെ അങ്ങ് പോയാലോ പെണ്ണെ. ഫസീലയുടെ കൈകളിൽ ഒന്നുകൂടി അവൻ്റെ പിടുത്തം മുറുകി. ഇക്ക, അത് മക്കളൊക്കെ എണീക്കുമ്പോഴേക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അവളുടെ ആ ഒരു സൗമ്യമായ ആ ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള സംസാരം അത് ശരിക്കും നവാസിനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. അതെ, അവൾ പഴയതിനേക്കാൾ ഒന്നും കൂടി സുന്ദരിയായിട്ടുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. അല്ലെങ്കിലും സ്വഭാവം നന്നായി കഴിഞ്ഞാൽ ആരും സുന്ദരികളും സുന്ദരന്മാരും ആവുമല്ലോ അല്ലേ? ആരുടെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിനെ നോട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിൽ വെളിച്ചുണ്ടെങ്കിൽ അത് മുഖത്തും കാണും. അല്ലാതെ ഒരുപാട് മേക്കപ്പ് വാരി തേച്ചത് കൊണ്ട് സൗന്ദര്യം ഉണ്ടാവില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ സൗന്ദര്യം അത് മുഖത്ത് കാണും. അത് ആ പുഞ്ചിരിയിലൂടെ തെളിഞ്ഞ് കാണുമ്പോഴേ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. സാധാരണ രീതിയിൽ ഫസീലയുടെ മുഖത്ത് ആ പുഞ്ചിരിയെ കാണാറില്ല. എപ്പോഴും ദേഷ്യമാണ്, ദേഷ്യപ്പെട്ട ഭാവം. മക്കളെ അടിക്കുക, എന്നെ ചീത്ത പറയുക, ഉമ്മാനെ ചീത്ത പറയുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം തികച്ചും അവളിൽ നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ഫസീല, പോവാണോ? ഇക്ക, ഇന്ന് എന്തുണ്ടാക്കി തന്നെ ഇതൊക്കെ? എനിക്ക് എന്തായാലും വേണ്ടിയില്ല മോളെ. അല്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ ഇരിക്ക്, നമുക്ക് ഫുഡൊന്ന് പുറത്തുനിന്നാക്കാം. അങ്ങനെ ആക്കണോ? അല്ലോ, അത് വേണ്ട, ഉമ്മാക്ക് അങ്ങനെ ഹോട്ടൽ ഫുഡൊന്നും ഇഷ്ടമല്ലല്ലോ, ഞാൻ ഉണ്ടായിക്കോളാം ഇക്ക. പുതിയ കിച്ചണാണ്, പരിചയക്കുറവുണ്ടാവും, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഒക്കെ ഷമ്മാസ്.
ഇക്ക, സത്യമായിട്ടും ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. അതേടി, നമ്മുടെ ഷാമോനും ഉമ്മയുണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഇക്ക, എന്നാ ശരി. എന്നാ വാ, ഞാനും വരാം. നവാസും അവളുടെ പിന്നാലെ തന്നെ വന്നു. ആ ഒരു കാഴ്ച കണ്ട് ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. അൽഹംദുലില്ലാ റബ്ബേ, എന്തൊരു സന്തോഷകരമായ കാഴ്ച. അതെ, അവൾ ഫസീല ഇറങ്ങി വരുമ്പോൾ നവാസ് പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്തോ കളിച്ചിരി പറഞ്ഞു വരികയാണ്. അല്ലാ, അൽഹംദുലില്ലാ. ഒരു നിമിഷം ഐഷുമ്മ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. കാരണം അത്രക്കും അങ്ങനെയുള്ള സ്വഭാവവും അങ്ങനെയുള്ള ആ ഒരു സമാധാനപരമായ പെരുമാറ്റവും അതുതന്നെയാണ് വിജയം. അള്ളാഹു, എൻ്റെ മക്കൾക്ക് നീ ഹൈറായ ദാമ്പത്യ ജീവിതം നീ കൊടുക്ക് റഹ്മാനെ. ഉമ്മ ഉമ്മ എന്താ കടി ഉണ്ടാക്കണ്ടേ? എൻ്റെ പൊന്നു മോളെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നാൽ അപ്പോഴേക്കും അവിടെ അടുക്കളയിൽ നുസിയും ഷമ്മാസും എല്ലാം എത്തിയിരുന്നു. എന്നാൽ ഫസീലത്ത് അടുക്കളയിലേക്ക് വരുന്നത് കണ്ട് ഷമ്മാസ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നുസി, മണവാട്ടി വരുന്നുണ്ട് കേട്ടോ, മാറിക്കൊടുക്ക്. ഷാമോനെ, എന്ത് ഷാമോനെ കളിയാക്കുന്നത്? എൻ്റെ പൊന്നിത്ത കളിയാക്കില്ല, സത്യമായിട്ടും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. ഇതൊക്കെ ആദ്യമായിട്ട് വീണ്ടും കാണുന്ന പോലെയല്ലേ ഞങ്ങൾക്ക്. മാഷാ അല്ലാ. ഇത്ത ഉറക്കം വന്നില്ലേ ഇന്നലെ രാത്രി? ഷാമോനെ, അൽഹംദുലില്ലാ, എല്ലാം റാഹത്തായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുള്ള അടുക്കളയിൽ നിന്ന് മാറി. നിങ്ങൾ നുസി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് എണീറ്റ് വന്നതാണ്. അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നിങ്ങൾ അവിടെ പോയിരിക്കി. ആഹാ, എൻ്റെ ഇത്ത, ഞങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യുമ്പോഴല്ലേ അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവില്ല. അല്ല ഒറ്റക്ക് ശരിയല്ലല്ലോ. ഷാമോനെ, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം ഒക്കെ. അത് വളരെയധികം സ്നേഹവും വിനയവും നല്ല രീതിയിൽ പഠിഞ്ഞിട്ടുണ്ട് ഫസീലക്ക്. ആ ഉസ്താദിൻ്റെ പ്രഭാഷണം അത് തുടരെ തുടരെ കേൾക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പാഠങ്ങൾ അവൾ പഠിച്ചു കഴിഞ്ഞു. ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു മുസ്ലിമിനോട് സ്നേഹം, വിനയം, കരുണ ഇവയെല്ലാം ആവശ്യമാണ്. മൂത്തവരെ ബഹുമാനിക്കണം, ഇളയവരെ സ്നേഹിക്കണം എന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ച ഓരോ ബാലപാഠങ്ങളും എല്ലാം അവൾ ഇതിനകം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവൾ അവിടെ കഴിയുന്നത്. എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് കടിയുണ്ടാക്കും എന്നതിൻ്റെ ഒരു ആശങ്കയിലായിരുന്നു. എന്നാൽ ഈ സമയം അതാ സമീറയും ഉസ്താദും. ഇക്ക. ആ, എന്താടി? ഇക്ക, മക്കളൊക്കെ അവിടെയല്ലേ? എൻ്റെ ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ പെട്ടെന്ന് കുറച്ച് കൂടുതൽ ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇക്കാൻ്റെ അടുത്ത് തരാം, ഒന്ന് കൊണ്ടുപോയി കൊടുക്കുമോ? കാരണം ഒന്ന് നൊസിയാണ്, പിന്നെ വയ്യാത്ത ഉമ്മയാണ്, പിന്നെ ഫസീലത്തെന്ന് പറഞ്ഞ പുതുക്കത്തിലുമാണ്. കാരണം അവർ ചിലപ്പോൾ ടയേർഡൊക്കെ ആയിരിക്കും. അവർക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ചൊക്കെ ടൈം എടുക്കും. എൻ്റെ ഇക്ക, ഞാൻ പെട്ടെന്ന് കുറച്ച് പൂരിയും അതുപോലെ അതിക്കുള്ള ബാജിയും കുറച്ച് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ, പെട്ടെന്ന്. എൻ്റെ സെമി, ഈ ഒരവസ്ഥയിൽ ഞാൻ ഇതിന് എസ് മുള്ളുന്നത് എനിക്ക് ശരിയാണോ അറിയില്ല. ശരിയാണ്, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലമുള്ള കാര്യമൊക്കെ തന്നെ. പക്ഷേ എൻ്റെ പെണ്ണെ, നമുക്ക് നിന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇക്ക, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മുടെ കുഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണെങ്കിൽ അതെ, അതിന് നന്ദി സൂചകമായിട്ട് നമുക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നീ ഭാരപ്പെട്ടൊന്നും എടുക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി. ഉസ്താദിന് സമീർ ജോലി കൂടുതൽ എടുക്കുന്നത് വല്ലാത്തൊരു പ്രയാസമായിട്ട് തോന്നി. എൻ്റെ ഷമി, പിന്നെ നീ ഇനി കൂടുതലിങ്ങനെ. ഇക്ക, അതൊന്നൊരു കുഴപ്പമില്ല, ഒക്കെ അള്ളാഹു നൽകുന്നതല്ലേ. എന്നാൽ ഞൊടിയിടയിൽ അവൾ അതാ പൊടിയെല്ലാം എടുത്ത് കുഴച്ച് പരത്തി ചുടുകയും അതിനിടയിൽ വെജിറ്റബിൾ കട്ടിങ്ങും അതിനിടയിൽ പത്തിരിപ്പണിയും എല്ലാം ചെയ്യുന്നു. ഒരു നിമിഷം ഉസ്താദ് തന്നെ നോക്കി നിന്നു. അല്ലാ, എൻ്റെ ഭാര്യയ്ക്ക് നീ നല്ല കഴിവ് കൊടുത്തുകൊണ്ട് തന്നെ എത്ര എളുപ്പം കൊണ്ടാണ് ഇതെല്ലാം സെറ്റാക്കി ചെയ്യുന്നത് റബ്ബേ. പാവം അല്ലാഹുവേ, നീ കൈകൾക്ക് ബലം കൊടുക്കല്ല. ഷമി, മതിമുത്തേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇക്ക, ഇന്നൊരു ദിവസമല്ലേ, കാരണം അവർ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഒന്ന് ശീലാവോളം കാര്യങ്ങളൊക്കെ ഒന്ന്. എനിക്ക് കുഴപ്പമില്ലക്ക, അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല നമുക്ക് പ്രശ്നമുള്ളൂ. ഒന്നുമില്ല, കണ്ടില്ല, ഒന്നും തോന്നുന്നില്ല.
എനിക്ക് സാധാരണ രീതിയിൽ തന്നെ. ആ പിന്നെ ഇന്നലെയും ഞാൻ ചെറുതായിട്ടൊരു ഉച്ചൻ്റെ ശേഷം ഒരു ഇത് വന്നു എന്നല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ലിക്കാ. പാവം സമീറ അപ്പോഴേക്കും കടിയും കറികളും എല്ലാം ഉണ്ടാക്കി അതാ എന്നും കൊണ്ടുപോവാറുള്ള ആ ഒരു പാത്രത്തിലാക്കി. ഉസ്താദ് അത് കണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പെണ്ണെ, ഏതായാലും അതിനനുസരിച്ച് ഒരു ഉസ്താദുമാർക്ക് ചിലവിന് കൊണ്ടുപോകുന്ന ഒരു പാത്രം ഇവിടെ ഉണ്ട്. പിന്നെ എന്താ കറികളൊക്കെ എടുക്കാനും പിന്നെന്താ കാസ്ട്രോളുണ്ട്, എല്ലാം ഒരു സഞ്ചിയുണ്ട് ഒഴിഞ്ഞ്. ശരിക്കും അത് ചിരിച്ചു പോയി ഉസ്താദ്. കളിയാക്കി ചിരിക്കല്ലേ കേട്ടോ, ഞാൻ മിണ്ടൂലട്ടോ. എൻ്റെ പെണ്ണെ, അല്ലാ നീ എനിക്ക് നൽകിയതാണ് എൻ്റെ പെണ്ണിനെ. സമീറയുടെ നെറ്റിയിൽ ഒരു ചുംബനം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എൻ്റെ ബീവ് പോരുന്നില്ലേ? ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാനെന്തിനാ അല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഉസ്താദ് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. അവളും ഇറങ്ങി. എന്നാൽ അവിടെ അതാ അവർ ചായയും കടിയും ഉണ്ടാക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഫസീലക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ലാത്തതുപോലെ ആകപ്പാടെ ഒരു തപ്പിപ്പഴ. അവൾ അടുക്കളയിൽ ആദ്യം ചായക്കുള്ള വെള്ളം വെച്ചു. അതുപോലെ ഫ്രീസറിൽ നിന്ന് ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടു. പത്തിരിയും ബീഫ് കറി ആക്കിയാലോ എന്ന് കരുതിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ അതാ പത്തിരിക്കുള്ള പൊടിയെടുക്കുവാൻ വേണ്ടി വെള്ളം വെച്ചു. അത് വാട്ടിയെടുക്കണം. പെട്ടെന്നൊരു കോളിംഗ് ബെൽ മുഴങ്ങി. ആരാണാവോ ഇത്ര നേരത്തെ തന്നെ? ആരാ റബ്ബേ? സമയം 7 മണി ആയിട്ടില്ല, അപ്പോഴേക്കിപ്പോൾ ആരാ എന്നവൾ വിചാരിച്ചു. എന്നാൽ നവാസും ഷമ്മാസും അതാ പുറത്തേക്ക് പോയി നോക്കി. മോനെ, ആരാടാ? ഉമ്മ പോയി നോക്കട്ടെ. മുന്നിൽ പോയത് ഷമ്മാസ് ആയിരുന്നു. ആരപ്പത് ഈ സമയത്ത്? ഇനി വല്ല പത്രക്കാരോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഷമ്മാസ് വാതിൽ തുറന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉമ്മ, അത് മറ്റാരും അല്ലട്ടോ, അത് നിങ്ങളെ മോനും മോളും തന്നെയാണ്. ആരാ മക്കളെ? പഠിച്ച റബ്ബേ. ഉമ്മ അസ്സലാമലൈക്കും. സമീർ ഉമ്മയുടെ അരികിലേക്ക് വന്നേ. അത് ആ ഭക്ഷണപാത്രങ്ങളെല്ലാം അവിടെ വെച്ചു. മോളെ, ഇതെന്താ? ഉമ്മക്കുള്ള ചായയും കടി എല്ലാവർക്കും ഉള്ളതുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ? അപ്പോഴേക്കും ഫസീല അതാ തിളക്കുന്ന വെള്ളത്തിലേക്ക് പൊടി ഇടുവാൻ വേണ്ടി അതാ സ്റ്റോർ റൂമിൽ നിന്ന് പൊടിയെടുത്ത് കൊണ്ടുവന്ന് ഇടുന്ന ആ ഒരു വരവിലായിരുന്നു സമീർ അങ്ങോട്ട് വന്നത്. ഇത്താ എന്ന് വിളിച്ചുകൊണ്ടുവൾ വന്നപ്പോൾ, ഇതട്ടോ എല്ലാം ഉണ്ട്, കടിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ മാത്രം വെച്ചാൽ മതി. അതുകൂടെ പിന്നെ നീ കൊണ്ടുവന്നാൽ ഇവിടെ മധുരം കുറവും വേണ്ടാത്തതൊക്കെ ഉണ്ടായതുകൊണ്ടേ ഞാൻ അതാണ്. പിന്നെ ശരിക്കും ഫസീൽ ചോദിച്ചു, എന്താ പറയണത്? ഇതാ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട്, കടിയൊന്നും ഉണ്ടാക്കണ്ട. ശരിക്കും ഫസീല ഞെട്ടിപ്പോയി. ഷെമിയെ, നീ അത് ഇത്ത, അതിനെന്താ? ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ടില്ലായിരുന്നു, ഞാനിവിടെ ഉണ്ടാക്കുമായിരുന്നു. എല്ലത്താ, എല്ലാവർക്കും ഉള്ളതുണ്ട്. അപ്പോൾ തന്നെ സമീറ അത് ടേബിളിൽ നിരത്തി വെക്കാൻ തുടങ്ങി. അതെ, ചായയിൽ പൊടിയിട്ടുള്ളൂ. ചായ തിളച്ച് തുടങ്ങിയിരുന്നു. പാലും ചായപ്പൊടിയും നല്ല രീതിയിൽ തിളപ്പിച്ച് ഉമ്മാക്കുള്ള ചായ മധുരം കുറഞ്ഞത് അങ്ങ് മാറ്റിവെച്ച് ബാക്കി കുറച്ച് മധുരം ചേർത്ത് അവൾ തന്നെ അത് അടുക്കളയിൽ നിന്ന് എല്ലാം പെട്ടെന്ന് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. ശരിക്കും അത് കണ്ട് ഫസീല ഒന്ന് ഞെട്ടി. റബ്ബേ, എന്നെക്കാൾ എത്രമാത്രം എക്സ്പീരിയൻസ് ആണ് ഇവൾക്ക്. എല്ലാം എത്ര പെട്ടെന്നാണ്. അതിനിടയിൽ പ്ലേറ്റ്സുകൾ എടുക്കലും ഗ്ലാസ് എടുത്ത് കഴുകി അതെല്ലാം കൊണ്ടുപോയി വെച്ച് കറിയും 2 ഐറ്റം കറികളും അതുപോലെ കടിയും പൂരിയും എല്ലാം അത് സെപ്പറേറ്റ് ആക്കി വെച്ച് എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുന്നു. അതെ നുസി, ഉമ്മ, ഷാമോനെ, വെരി, എല്ലാവരും മക്കളെ വെരി. അത്യാവശ്യം വിശാലമായ വലിയ ഡൈനിങ് ടേബിളിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായി അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ എന്നാൽ അവൾക്ക് തോന്നി ഒരു മജ്ലിസ് ഉണ്ട് അപ്പുറത്ത്. ആ മജ്ലിസിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ടാവും എന്നവൾ കരുതിയിട്ട് അവൾ ചോദിച്ചു, ഉമ്മ ഇവിടെ ഇരിക്കണോ അതോ മജ്ലിസിലിരിക്കണോ? പൊന്നു മോളെ, എവിടെ ആയാലും മണ്ടിയില്ല, നമ്മളൊക്കെ പാടെ ഇവിടെ കൊള്ളുന്നുണ്ടെങ്കിലേ ഇവിടെ ആക്കാം. ഓ എൻ്റെ റബ്ബേ, എന്നാലും എൻ്റെ കുട്ടിയജി എത്രയാണ് ഇതൊക്കെ എപ്പോൾ നീച്ചു തുടങ്ങിയതാ? എൻ്റെ പൊന്നാരുമ്മ, സുബഹി നിസ്കാരത്തിന് മുമ്പ് എല്ലാം കഴിക്കൂലേ? പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇന്ന്
ഇവിടേക്ക് വരണം തോന്നിയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണം തോന്നിയതുകൊണ്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് ഇറങ്ങി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിസ്കരിച്ച് കുറേ സമയമൊക്കെ പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലോ മക്കളെല്ലാവരും ഇവിടെ തന്നെ അപ്പോൾ ബുദ്ധിമുട്ടാവും അല്ലേ. നുസിയാണെങ്കിൽ അങ്ങനെ, പിന്നെ ഉമ്മാക്കാണെങ്കിൽ വയ്യ, പിന്നെ ഫസീലത്തെയാണെങ്കിൽ പുതുക്കം. അപ്പം നമ്മളൊന്ന് കണ്ടറിയണ്ടേ. അതുകൊണ്ടാണ് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഷമിത്ത, ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ നിർത്താൻ കഴിയുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഷമിത്ത, ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം അത്രക്ക് റിസ്ക് എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിനും അത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടോ അറിയില്ല, സെമീറ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം. എന്നാലും ഷമ്മാസിന് വല്ലാത്തൊരു സങ്കടം. എന്നാൽ നവാസും പറഞ്ഞു, ഇത് ശീലമാക്കണ്ട കേട്ടോ, എല്ലാവരും മടിച്ചുകളായി പോവും. നവാസ് പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് ചിരിച്ചു. എന്നാൽ ഫസീല പറഞ്ഞു, ഷെമിയെ പിന്നെ ഇതൊന്നും കഴിയൂല കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കോളാം എല്ലാം. അതിനെന്താ, ഞാൻ അവിടുത്തെ മൂത്ത മരുമകൾ തന്നെയല്ലേ, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കാനുള്ളത് എനിക്കറിയാലോ കേട്ടോ. ഷെമിയെ ഇനി ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. അതിനെന്താ ഇത്ത, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര റാഹത്താണ്. ഉസ്താദിനും അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് തോന്നി. എല്ലാവരും അവിടെ പോയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മധുരം കുറഞ്ഞ ചായ അതാ നൽകുന്നു. ഉമ്മ ഇത് കുടിച്ചാൽ മതി കേട്ടോ, അത് മധുരം കൂടിയതാണ്, ഇത് കുടിച്ചാൽ മതി. സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഐഷുമ്മ അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി സെമീർ തന്നെ എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് അത് ഇട്ട് കൊടുത്തു. സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ആ ഒരു കുടുംബം. വളരെയധികം റാഹത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഉസ്താദ് കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഒന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, ഈ കുടുംബത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എന്നാൽ ഈ സമയം അതാ സെമീർ അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം എടുത്ത് അതാ കിച്ചണിലെ സിങ്കിൽ കൊണ്ടുപോയിട്ട് കഴുകാൻ തുടങ്ങി. എന്നാൽ ഫസീല പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഷെമിയെ മാറിക്ക്, ഞാൻ ചെയ്തോളാം. ഏയ് വേണ്ട വേണ്ട, അതിനിപ്പോൾ എന്താ, എല്ലാവരും കഴിച്ച ഭക്ഷണം പ്ലേറ്റ് കഴിക്കാൻ അത്ര വലിയ പണിയുണ്ടോ? നിങ്ങൾ ഇത്ത വേറെ എന്തെങ്കിലും എടുത്തോളി കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ഇത് വെച്ചോളാം, കഴുകിക്കോളാം. അല്ല, ഞാൻ കഴുകിക്കോളാം. ഇനി ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടാക്കില്ല. ഞാൻ ഒരു കാലത്ത് ഭയങ്കര മടിച്ചായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് പുതിയൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ പിന്നെ ഷെമി, എപ്പോഴാണ് ഇനി ഉസ്താദിൻ്റെ ക്ലാസ്? നീ ഭാഗ്യവതിയാണ് മോളെ. സോലിഹ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയല്ലോ. അതെ, ഞാനൊക്കെ ആ ക്ലാസ് കേട്ട് നന്നായി തന്നെയാണ്. സത്യമായിട്ടും അതിന് ശേഷമാണ് എനിക്ക് സുഖമില്ലാതായതും ഞാൻ പഠിച്ച റബ്ബിലേക്ക് അടുത്തതും ഒക്കെ നിൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ക്ലാസ് കേട്ടിട്ട്. മോളെ മാറി, ഞാൻ ചെയ്തോളാം. നിങ്ങളവിടെ പോയി ഇരിക്കുക, നിങ്ങൾ ഗസ്റ്റ് അല്ലേ. വേണ്ട എൻ്റെ പൊന്നു ഇത്താ, നിങ്ങൾ വേറെന്തെങ്കിലും ജോലി ചെയ്തോളി. അത് ഇറച്ചിതാ ഇതിൽ അത് കട്ട് ചെയ്തോളി, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ഇന്നെന്താ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കുന്നുണ്ടോ? അത് കേട്ടപ്പോഴാണ് അവൾക്ക് അത് തോന്നിയത്. ശരിയാണ്, നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ ചെയ്തതും ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അതൊക്കെ എല്ലാം ഉണ്ട്. പെട്ടെന്ന് നവാസ് അടുക്കളയിലേക്ക് കയറി വന്നു. എന്താ എന്താ പരിപാടി, ഇന്ന് ഉച്ചക്ക് എന്താ ഫുഡ് എന്ന് ചോദിച്ചുകൊണ്ട്, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറയട്ടോ. ഒരു നിമിഷം അങ്ങോട്ട് ഉമ്മയും വന്നു. മക്കളെ, ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ട് വെച്ചാളേ. ഇന്നിപ്പോൾ ഒരു സന്തോഷമുള്ള ദിവസമല്ലേ, ഞമ്മക്കിപ്പോൾ ഇന്ന് എല്ലാവരും കൂടി എൻ്റെ ഷെമി നല്ലോണം ബിരിയാണി വെക്കും ഇല്ലേ ഷെമിയെ? അതിന് എല്ലാവരും ഓളെ ഹെൽപ്പോൾക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഓളൊരു ഉപ്പിട്ടാലും മുളകിട്ടാലും അതിന് വല്ലാത്ത ജാതി ടേസ്റ്റാണ്. പക്കെങ്കിൽ എനിക്കിപ്പോൾ ഓളങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നു മോള് ആശുപത്രിക്കൊന്ന് പോയി പോരി. ആയിഷമ്മയുടെ ആ സംസാരം കേട്ട് ശരിക്കും അവളൊന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, ഇതിപ്പോൾ എല്ലാവരും അറിയുന്ന തോന്നുന്നത്. മോളെ ഷെമി എവിടെ എന്നാണ്? എന്തു ഉമ്മ? ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ ഇന്ന് നിൽക്കണ്ട, ബിരിയാണി ഓരെല്ലാവരും കൂടെ ഉണ്ട് വെച്ചോളും. ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ ആശുപത്രിക്കൊന്ന് പോയി എന്നാളെ. ഉമ്മ അത് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയിക്കോളമ്മ, എനിക്കൊരു പൊറുതിയേടാണ് ഉണ്ടാക്കാഞ്ഞാൽ. എൻ്റെ പൊന്നാര പടപ്പേ,
എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഉമ്മ അതൊക്കെ രസകരല്ലമ്മ. പാചകം എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴേ എത്ര രസമാണുമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ് പാചകം ചെയ്യണത്. ഉമ്മ ഞാൻ ചെയ്തോളാം. എനിക്കുമ്മ സമ്മതം തരി. എൻ്റെ പൊന്നാര പടപ്പ ഉസ്താദ്. ഉസ്താദ് എന്തേലും വിചാരിക്കും മോളെ. ഉസ്താദ് വിചാരിക്കൂലേ ഇവിടെ പബ്ലിക് കണ്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനിയും എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന്, അതുപോലെ ഗർഭിണിയായ ഓളെ കൊണ്ട് എടുപ്പിക്കാന്നൊക്കെ വിചാരിക്കൂലേ. ഉമ്മ അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉറപ്പായിട്ടല്ലേ. എൻ്റെ പൊന്നാര പെണ്ണെ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോ. അപ്പോഴേക്കും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും മല്ലിച്ചപ്പും ഇഞ്ചിയും എല്ലാം എടുത്തുകൊണ്ട് അതാ ഫസീല വരുന്നു. ഇങ്ങോട്ട് തരുത്താ ഞാൻ തൊലിക്കാം. അവളാണെങ്കിലോ കട്ടിംഗ് ബോർഡുമേ വെച്ചൊന്നും അരിയേ ഇല്ല. ഈ ഏതൊരു സവാളയാണെങ്കിലും കയ്യുമേ വെച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങ് ചെറുതാക്കി ചെറുതാക്കി അരിയണ കാണാൻ തന്നെ വല്ലാത്ത ജാതി ഒരു രസമാണ്. ഉമ്മ പറഞ്ഞു, മോള് ഷെമിയെ തരി ഞാൻ അരിഞ്ഞോളാം. അല്ലുമ്മ നിങ്ങൾ അവിടെ ഇരുന്നോളി, ഇതൊക്കെ കണ്ടും കേട്ടും ഓരോ കഥകളൊക്കെ പറഞ്ഞിരുന്നോളിമ്മ. നിങ്ങളിങ്ങനെ കണ്ടു കേട്ട് ഇരുന്നാൽ തന്നെ എനിക്കൊരു സുഖമാണ്. എന്തെന്നറിയില്ല, ഉമ്മാനെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. വെറുതെ അല്ല മണ്ടി പാഞ്ഞ് വന്നിക്കണത് എൻ്റെ കുട്ടിയെ. ഏതായാലും അല്ലാ റഹ്മാനെ ഈ സ്നേഹം ഒന്നും നിലനിർത്തണേ അല്ലാ. ഐഷുമ്മ ദുആ ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അതാ അവർ രണ്ടുപേരും ഉള്ളി തൊലിക്കലും എല്ലാം തുടങ്ങിയപ്പോൾ ഷമ്മാസ് ഓടിയത്. എന്നാൽ ബീഫ് ഞാൻ കട്ട് ചെയ്ത് തരാം, ബിരിയാണിക്കുള്ളതല്ലേ, ഹായ് ഞാൻ കട്ട് ചെയ്തോളാം. എന്നാൽ നവാസിന് പൊതുവെ അതിനൊക്കെ മടിയാണ്. നവാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുള്ളൂ. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ആദ്യത്തെ കുട്ടി എന്നുള്ളൊരു കൊഞ്ചല് നവാസിന് ഇപ്പോഴും ഇടക്കുണ്ട്. എന്നാൽ ഷാമോൻ അതുപോലെയല്ല. ഓൻ എല്ലാവരുടെയിലും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഓനക്കൊരു മടിയില്ല ജാടയില്ല. അങ്ങനെയാണ്. ഇത്ത ഇത് കട്ട് ചെയ്യട്ടെ, ഞാൻ ഇത് ഈ പീസ് മതിയോ? അത് എനിക്ക് കറക്റ്റ് ഷെമിനോട് വെച്ചേക്ക്. ഷെമി ഇതൊന്ന് പറഞ്ഞു കൊടുക്ക് പെട്ടെന്ന്. സെമീറ പറഞ്ഞു, ബീഫ് ബിരിയാണി ആണെങ്കിൽ പറ്റ ചെറുതാക്കണ്ട, ഒരിടത്തരം വലുപ്പം, എന്നാലല്ലേ ടേസ്റ്റ്. പിന്നെ കുറച്ച് മസാല പുരട്ടി കുറച്ച് ടൈം വെക്കണം കേട്ടോ. വെച്ചിന് ശേഷം വേവിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ആ ഒരു മസാലാസൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. പുത്തൻവീട് തറവാട്ടിലെ ആളുകളെല്ലാം അവിടെ സന്തോഷത്തിലാണ്. അങ്ങനെ അതാ ഷമ്മാസ് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നുസി കുട്ടിനെയും ഉറക്കിയിട്ട് അതാ വരുന്നു. അപ്പോഴേക്കും കുട്ടി കരയുന്നു. എൻ്റെ പൊന്നാര നുസിയെ അനക്ക് അടുക്കളയ്ക്ക് വരാൻ കഴിയൂല, മോൾ അവിടെ പോയി അതിനെ ആട്ടിക്കോ. ഈ എന്തിന് ഇത്ര ബേജാറാ ഇങ്ങോട്ട് ഓടുന്നത്? സമീറയുടെ വാക്ക് കേട്ട് നുസി പറഞ്ഞു, ഇത്ത നിങ്ങളൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാനായിട്ട് അകത്തിങ്ങനെ കുട്ടിനെ ആട്ടി ഉറക്കുമ്പോൾ എൻ്റെ പൊന്നു മോളെ അത് 70 കുറച്ച് ദിവസം 90 പോലും ആകാത്ത കുട്ടിയാണ്. അതിന് നോക്കിയേ എന്താ ഇത്, അതിന് നോക്കിക്കോ. നിനക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റാക്കും, മോള് വിഷമിക്കണ്ട. അപ്പോഴേക്കും ഫസീലയും എല്ലാത്തിലും സഹായിച്ചു. ഉമ്മയും കൂടുന്നുണ്ട്. ഉമ്മയോട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നാൽ സമീറ അതെല്ലാം അരുമയായി അരിഞ്ഞു. ആദ്യമേ സവാള നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുക്കുകയാണ്. പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് കോരുമ്പോൾ തന്നെ ഷമ്മാസ് അവിടെ എത്തി. ഓ എന്തൊരു സ്മെല്ല്! ഈ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഓ എവിടെ എൻ്റെ പൊന്നാര ഷാമോനായി അണ്ടിപ്പരിപ്പൊക്കെയാണ് പെറുക്കി തിന്നാളയ്യേ. ഈ കുട്ടിൻ്റെ കിള്ളക്കുട്ടിൻ്റെ കിള്ളത്തരം മാറൂല്ല. ഉമ്മ അവനെ ശകാരിച്ചു. ഒന്ന് പോടാ അവിടുന്ന്. അത് ഇപ്പോഴും പണ്ടേ അങ്ങനെ ഓനെ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് വറക്കണ മണം ഇങ്ങോട്ട് വരുമ്പോൾ ഓനങ്ങോട്ട് മണ്ടിപ്പാഞ്ഞെത്തും. തേങ്ങ പൊട്ടിക്കണ ഒച്ച കേൾക്കുമ്പോൾ അങ്ങോട്ട് എത്തും തേങ്ങ വെള്ളം കുടിക്കാൻ. അതിപ്പോൾ അന്നും ഇന്നും അങ്ങനെ തന്നെ. ആ കുട്ടിത്തരം അവനക്ക് മാറിയിട്ടില്ല. ആ നല്ലോണം കുട്ടിക്കളിയുണ്ട്. എൻ്റെ ഉമ്മ ഇവിടെ നിന്നതൊക്കെ പറ്റുള്ളൂ എൻ്റെ ഉമ്മ ഉണ്ടാവുമ്പോൾ. ആ ആയിക്കോട്ടെ. എന്നാൽ അപ്പോഴേക്കും ബീഫെല്ലാം നന്നായി കഴുകി മസാല അവൾ പുരട്ടി വെക്കുകയാണ്. സമീറ മസാല പുരട്ടുന്ന കാണുമ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു രസമാണ്. അവൾ പറയും, മിക്സിയിലൊന്നും ചതക്കും അരക്കൊന്നും വേണ്ട, കല്ലുമ്മൽ നല്ലോണം അങ്ങോട്ട് അമ്മി കല്ലുമ്മൽ അരച്ചിട്ട് എല്ലാം കൂടി നല്ലോണം അരച്ചിട്ട് ആ ഒരു ബീഫിൽ നല്ലോണം കുഴച്ച് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനെന്ന് പറയും. അതുപോലെ അവൾ ചെയ്യുള്ളൂ. ഇവിടെ അമ്മയില്ലല്ലേ. സാരല്ല, ഒരു ചെറിയ അമ്മിക്കല്ലുണ്ട്, ഒരു കുത്തുവരൽ, അത് പറ്റുമോ? ഉമ്മ നല്ലോണം അമ്മയിലിട്ട് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ചതച്ച് കുരുമുളകൊക്കെ അതിൽ തന്നെ അരച്ചെടുത്തിട്ട് ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉമ്മ. അങ്ങനെ അതാ സമീറ അതിലെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് ബീഫൊക്കെ നന്നായിട്ട് ഇളക്കി തൈരൊക്കെ ഒഴിച്ച്
അമർത്തി വെക്കുന്നു. ഇതിവിടെ നിൽക്കട്ടെ, ഇത് റെസ്റ്റ് ആകാൻ ഇവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സമീറ നല്ല സന്തോഷത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് സമീറ, അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് വിളിക്കുന്നു. അവൾ പെട്ടെന്ന് കൈ കഴുകി തുടച്ച് നേരെ അതാ ഡൈനിങ് ഏരിയയിലേക്ക് എത്തുന്നു. ഇക്ക, അല്ല ഹോസ്പിറ്റലിൽ പോകണ്ടേ? പെട്ടെന്ന് ഐഷുമ്മ കേട്ടുകൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞു ഓളോട് ഈ ഒന്നിനിപ്പോൾ നിൽക്കല്ലേ, ഹോസ്പിറ്റലിൽ പോയി വരീന്ന്. ഉമ്മ, അത് സാരല്ല, അതിനെന്താ, അവൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ടൈം ഇതൊക്കെ പെട്ടെന്ന് കഴിയണ്ടല്ലോ. ഇക്ക, ഞാൻ വരാട്ടോ, ഇരിക്കേ. ആ ആ ആയിക്കോട്ടെ. എന്നാൽ സമീറ പെട്ടെന്ന് തന്നെ റൈസിനുള്ള പാത്രം വെച്ച് അത് തിളപ്പിച്ച് അതിലേക്ക് അരിയിട്ട് അത് ഊറ്റിക്കൊണ്ടിരിക്കുന്നു. ഫസീലയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും. ഹോ, അപ്പോഴേക്കും ബീഫ് വേവിക്കലും എല്ലാം കഴിഞ്ഞ് അതങ്ങ് ദമ്മിട്ടു. അപ്പോഴാണ് സമീറയ്ക്ക് സമാധാനമായത്. ഇനി ഇവിടെ നിൽക്കട്ടെ, ഇനി ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഷെമി, ഉസ്താദ് വിളിക്കുന്നു. എന്നാൽ പോയാലോ നമുക്ക്? അവൾ ഒന്നുകൂടി ഫ്രഷായി പർദ്ദയും ഹിജാബും അണിഞ്ഞ് ഉസ്താദിൻ്റെ കൂടെ പോവുകയാണ്. ഉമ്മ, പോയിട്ട് വരാട്ടോ ഉമ്മ കേട്ടോ. ഇത്ത, നുസി, ഫസിലത്ത, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ഐഷു മോള് വരുന്നുണ്ടോ? ഞാൻ വരാം. ഓ, ഇന്നെന്താ സന്തോഷമായല്ലോ. ഓ പഠിച്ചോനെ, എൻ്റെ കുട്ടി. അങ്ങനെ ഐഷു പോരാൻ നിന്നപ്പോൾ മറ്റവരും കൂടെ പോരാൻ വേണ്ടി നിൽക്കുന്നു. അല്ല, ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് അത് അങ്ങനെ അവർ നവാസ് പറഞ്ഞു, മക്കളെ നമുക്ക് പിന്നെ പോകും, അവർ ഹോസ്പിറ്റലിലേക്ക് പോകും കേട്ടോ. എന്നാൽ ഐഷുവിന് അവരും കൂടെ വേണം, അതായിരുന്നു ഇഷ്ടം. അപ്പോഴേക്കും ഐഷുവിന് ഫ്രഷാക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് സമീറ കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോകുന്നു. ഇക്ക, എങ്ങോട്ട് പോകുന്നത്? ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ. പെട്ടെന്നാണ് ഉസ്താദിനെന്ത് ഓർമ്മ വന്നത്. അതെ, ഐഷുവിനെ കാണിച്ച ഫാത്തിമ സുഹറ, ആ ഡോക്ടറെ പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ, ആലോചിക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി. എന്നാൽ അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം ഫാത്തിമ സുഹറ ഡോക്ടറുടെ വസതിയിലേക്ക് അവരെത്തി. കാർ പാർക്ക് ചെയ്ത് അവരിറങ്ങി. ഐഷുവിനെയും കൈപിടിച്ചുകൊണ്ട് ഉസ്താദ് സമീറ തൊട്ട് പിറകിലായിക്കൊണ്ട്. ബുക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ എത്തിയതിന് ശേഷമാണ് ടോക്കൺ എടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു, സമീറ. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് കയറി ചെന്നു. ഐഷുവും ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ ഫാത്തിമ സുഹറ ഡോക്ടർ ചോദിച്ചു, മാഷാല്ലാ, എന്താ ഉസ്താദെ, കുറേ കാലമായില്ലേ കണ്ടിട്ട്. മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് 3 കഴിഞ്ഞു. 3. ഓ, അങ്ങനെ എന്തെല്ലാം എത്തിയല്ലോ അല്ലേ. മാഷാല്ലാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഹറ, എന്തൊക്കെയുണ്ട്? അവൾ ഹിജാബ് പൊക്കിയിരുന്നില്ല. എന്നാൽ ഡോക്ടറുടെ മുമ്പിലെത്തിയപ്പോൾ അവൾ പൊക്കി. സുഹറ, എന്താ സുഹറക്ക് ആകെ മാറ്റം വന്നല്ലോ. ഉസ്താദേ, എന്തൊക്കെയുണ്ട് വിശേഷ? സുഖല്ലേ? നമ്മൾ കുറേ മുമ്പ് ഓരോ മാസം ചെക്കപ്പിന് വന്നിരുന്നല്ലേ, ഇപ്പം കുറേ ആയില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? മോളുടെ പേരെന്താ? ഐഷു. ഓഹ്, ഉപ്പച്ചി തന്നെ കേട്ടോ മോള്. അല്ല സുഹറ, എന്തൊക്കെയുണ്ട്? കുറച്ച് വെയിറ്റൊക്കെ കൂടിപ്പോയോ? ഈ ടൈം ആയിട്ടാണോ? എന്താ പുതിയ വിശേഷം വല്ലതുണ്ടോ? ഉണ്ട്. അതൊന്ന് എന്തായിരുന്നു ഡേറ്റ്? 20-നായിരുന്നു. ഓ, അപ്പോൾ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ? ഇല്ല. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്നാൽ ഫാത്തിമ സുഹറ ഡോക്ടർ വിചാരിച്ചത് ആദ്യ ഭാര്യ ആണെന്ന് തന്നെയായിരുന്നു. ഒരിക്കൽ പോലും ഡോക്ടർക്ക് അതറിയില്ല 2ാം ഭാര്യയാണ് സമീറ എന്നുള്ളത്. ശരിക്കും സമീറക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. റബ്ബേ, അതൊക്കെ ഇനി ഡോക്ടർ പറയുമ്പോൾ ചോദിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യുക?
അവളെ ബ്ലഡ് എടുക്കുവാൻ വേണ്ടി അങ്ങോട്ട് ഉസ്താദ് കൊണ്ടുപോയി. സമീറ ഇത് ഇവിടെ ഇരിക്കേ. ഇക്ക എന്താടി? ഇക്ക തുറന്ന് പറഞ്ഞോളൂ ഓക്കെ. ഇനി എന്നോട് ചോദിക്കുമ്പോൾ അതൊന്നും സാരല്ല. ഒന്നുമില്ലെങ്കിൽ ഡോക്ടർക്ക് ആ പേര് നോക്കിയില്ലെന്ന് തോന്നുന്നു അല്ലേ? സുഹർ എന്നാണ് നിന്നെ വിളിച്ചത്. എന്താ ലിസ്റ്റിൽ പേര് നോക്കിയില്ലേ? അറിയില്ല, സാരല്ല. ഞാൻ ഐഷുവിന് ഗർഭിണിയായ സമയത്ത് സുഹറയും കൊണ്ട് ഇങ്ങോട്ടായിരുന്നു വന്നിരുന്നത്. ആ ഓർമ്മയാണ് ഡോക്ടർക്ക് ഇപ്പോഴും. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം സമീർ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക കരയല്ലേ, നിങ്ങൾ കരഞ്ഞാൽ ഞാൻ തകർന്നു പോകും ഇക്ക. ഇല്ല പെണ്ണേ, അള്ളാഹു എനിക്ക് അതിനേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നാൽ സമീറയുടെ കൈകളിൽ നിന്ന് സിസ്റ്റർ രക്തമെടുക്കുകയാണ്. ഉസ്താദിന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ഇഞ്ചക്ഷൻ അവളുടെ ഞരമ്പിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഉസ്താദ് ഒരു നിമിഷം കണ്ണുകൾ പൊത്തി. എന്നാൽ സിസ്റ്റർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല, കൂടെ വന്ന ആൾക്കാണോ, ഹസ്ബൻഡിനാണോ ഇത്രയധികം വിഷമം? എന്താ ഇത്? ആ പഞ്ഞി അവിടെ വെച്ച് കൊടുത്തപ്പോൾ ഉസ്താദ് ചോദിച്ചു, വേദനിച്ചു പെണ്ണേ? ഇല്ലിക്ക, അതിപ്പോൾ എന്താ ഒരു ബ്ലഡ് എടുക്കണ ഇത്ര മാത്രം ടെൻഷൻ? ഒന്നുമില്ല, ഇരിക്കൂട്ടോ, വെയിറ്റ് ചെയ്യേ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഉസ്താദും സമീറയും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആയുഷു ഉസ്താദിൻ്റെ മടിയിലിരുന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചിനെ എന്തിനാ കുത്തിയത്? ഉമ്മച്ചി പാവല്ലേ, ഉമ്മച്ചി എന്ത് ഇഞ്ചക്ഷൻ വെച്ചത്? പൊന്നു മോളെ, അത് ഡോക്ടർ പറയൂട്ടോ മോളോട് എന്താ ഏതാന്നൊക്കെയുള്ളത്. അവൾ ആയുഷു അതിന് കാത്തിരുന്നു. എന്തായിരിക്കും ഡോക്ടർ തന്നോട് പറയാ എന്നുള്ള ചിന്താഗതിയായിരുന്നു അവൾക്ക്. എന്നാൽ പെട്ടെന്ന് അതാ വിളിക്കുന്നു സമീറയുടെ കൂടെ. സമീറ, ഡോക്ടർ വിളിക്കുന്നു കേട്ടോ. അവരിതാ ഡോക്ടറുടെ റൂമിലേക്ക് പോയി. ഉസ്താദിൻ്റെ മനസ്സിൽ ടെൻഷനുണ്ട്, സമീറയുടെ മനസ്സിൽ അതിലേറെ ടെൻഷനുണ്ട്. കാരണം റബ്ബേ, മച്ചിയെന്ന് എഴുതപ്പെട്ടവളാണ് ഞാൻ, ആ ഒരു പേരിലാണ് ഞാൻ അറിയപ്പെട്ടത്. റബ്ബേ, ഇനി അഥവാ ബ്ലഡിനെങ്ങാനൊന്നും കണ്ടില്ലെങ്കിൽ റഹ്മാനെ, പഠിച്ച റബ്ബേ, നീ എന്നെ കൈവിടല്ല. അത് സമീറക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇനി ഒരു പക്ഷേ ഒന്നുമില്ലെങ്കിലോ, അതോ എൻ്റെ തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബ്ലീഡിങ് നിന്നതായിരിക്കോ എന്നൊക്കെ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. റബ്ബേ പഠിച്ചവനെ, അവൾ ആ റിസൾട്ടിന് വേണ്ടി വിളിക്കുമ്പോൾ അവളുടെ കൈകാലുകൾ തളർന്നു. സമീറ ഇരിക്കൂ. ഡോക്ടറുടെ ആ ഒരു വിളി കേട്ട് സമീറ തൊട്ടടുത്തായിട്ടിരുന്നു. ഉസ്താദെ ഇരിക്കൂ. രണ്ടുപേരും അവിടെ ഇരുന്നു. സമീറയുടെ മുഖത്ത് നല്ല ഭയമുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നത് കേട്ട് അവർ ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.